ഇതിനകത്ത് കാണിക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചുണ്ട് എത്ര യാത്രക്കാർക്ക് നെറ്റ് മറ്റേ കമ്പ്യൂട്ടർ ടിക്കറ്റ് മെഷീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ ഡേറ്റ. പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ കേട്ടിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് മെഷീൻ ഉണ്ടായിരുന്നു. അതുകൂടെ വരുമ്പോൾ വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് ബാംഗ്ലൂരിലേക്ക് ഇത്ര ബസ് ഓടിക്കണം ഇത് പറയും. മഴ വരുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ ക്ലൈമറ്റ് കാണിക്കും. ആ ക്ലൈമറ്റിനനുസരിച്ച് വണ്ടി എണ്ണ കുറച്ചോളം പറയും. അപ്പോൾ മഴ വരുമ്പോൾ ആൾ കുറവായിരിക്കും. അപ്പോൾ ആ മഴ വരുന്ന സമയത്ത് അപ്പോൾ മൺസൂണിൽ മഴ വരുന്ന സമയത്ത് ഇത്ര കുറവ് വന്നത് മുമ്പത്തെ കാലത്തെ കാര്യം പരിശോധിക്കുക. ആ ഡേറ്റ് വെച്ച് മഴ വന്ന ദിവസം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ഇന്ന് മഴയാണെന്ന് കണ്ടാൽ ഷെഡ്യൂൾ കുറയ്ക്കാൻ പറയും. അഡ്വൈസ് ഈ 5 വയസ്സ് ഡേറ്റും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പം ഇതുവരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡേറ്റ ഇപ്പോഴത്തെ ചിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന കയറിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അന്ന് ഈ പൊസിഷനിങ് ഇല്ല, അന്ന് GPS ഇല്ല. അപ്പോൾ ഇപ്പം GPS ഉണ്ട്. ഇപ്പോഴത്തെ ഒരു 3 മാസമായിട്ടുള്ള GPS ഡേറ്റയാണ് കയറുന്നത്. അതിങ്ങനെ എല്ലാ ദിവസവും കയറിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് പ്രവർത്തിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള മാറ്റങ്ങൾ എന്താണ് വരുന്ന പഠിക്കുന്നു. എവിടേക്കാണ് അടുത്തടുത്ത് പോകുന്നത്, വരിവരിയായിട്ട് പോകുന്നത്. ഇന്ന് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്നൊരു വണ്ടി 2 വണ്ടി അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഡിലേ ആക്കാൻ പറയും, അല്ലെങ്കിൽ നേരത്തെ ആക്കാൻ പറയും. അത് വേറെ വണ്ടിയായിട്ട് ബഞ്ചിനകത്ത് വെച്ച് ഇത് അഡ്വൈസ് തരുന്നു. ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആയതുകൊണ്ട് 24 hours ഒരു ബ്രെയിൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആ ഡേറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് ഇതിലേക്ക് എടുത്തുകൊണ്ടിരിക്കും. ആ ഡേറ്റ ഓരോ സെക്കൻഡിലും മാറുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ അവസാനത്തെ സമയം കാണിക്കും. അതനുസരിച്ച് ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. കൂടി വരെയാണ് ടിക്കറ്റ്. അത് ഏത് റൂട്ടിലാണ് വണ്ടി വേണ്ടത് ഡിമാൻഡ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ന റൂട്ടിൽ വണ്ടി ആവശ്യമുണ്ടെന്ന് അത് പറഞ്ഞു തരും. ഡിമാൻഡ് പ്രൊഡിക്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. റെഡ് Sir, it's an app. It's the name of an algorithm. Sir, it's the name of an algorithm, sir. On the screen. Yes, go. Yes, sir. This is basically an overview of the punching. It tells the process of punching that's happening, how far they are, what depot they were punching at, what kilometer, what location, what lane. And then on the map, it shows where the punching points happened on the So these are the predictions of the bunching. So basically it goes through the AI engine and it ranks the buses that are most likely to bunch. And then it predicts at what time today they will be most likely to bunch and with which bus they will bunch with. So critical bunching is 461. ഇത്രയും ബസ്സുമായിട്ട് RI 469 140 ഇത്രയും ബസ്സുമായിട്ട് ഈ സമയങ്ങളിൽ ബഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെ കൈകാര്യം ചെയ്യാൻ ബസ് പോകുന്നത് കാണാം. അതെ, ഇതിൽ ബസ് അവരുടെ ടൈം മോണിറ്റർ ചെയ്യണം. ആ ടൈം മാറ്റിയാൽ ഈ ബഞ്ച് തന്നെ ഒഴിവാകും. Sir, and they're all ranked by based on how likely they are to bunch and how long they are to bunch. So for example, KS 147 is expected to bunch with RSC 493 at 9:09 p.m. today. And the distance of bunching will be about 253 meters. This is based on historical data, live incoming data, as well as what the AI determines in terms of traffic, weather, waybills, all the other available data. So could you show that initial dashboard? മുകളിൽ കാണുന്ന വണ്ടി RSA 493 എന്ന വണ്ടി താഴെ വരുന്ന ഈ വണ്ടികളോടെല്ലാം അടുത്ത് പോയിട്ട് ബഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് പോകുന്ന ഇത് ബഞ്ചിങ് എന്ന് പറഞ്ഞാൽ വലിയ പോകില്ല. ഒന്നിൻ്റെ പറയാൻ പോകുമ്പോൾ ആൾക്കാർ വരില്ലേ. KSRTC പോലെ പണിയൊന്നുമില്ല. ഇതിനാണെങ്കിൽ വലിയ പോകുന്നില്ല. ആൾ കാണില്ല. അവസാനത്തോട്ടിരുന്ന ആൾ കാണില്ല. ഫോണുമായിട്ടൊക്കെ പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു വണ്ടി ഇതിനെല്ലാം കയറി ബഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വണ്ടി ഒന്ന് കറക്റ്റ് ചെയ്താൽ ഈ താഴത്തെ ബഞ്ചിങ് കംപ്ലീറ്റ് ഒഴിവാക്കി
ഇതിൻ്റെ പ്രഡിക്ഷനാണ്, നമുക്ക് പറഞ്ഞു വരികയാണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. So this is the time at which the punching will happen. 909 is the predicted time. എത്ര അകലത്തിൽ അത് പഞ്ച് ചെയ്യുന്നതാണ്. കാരണം ഡിസ്റ്റൻസ് 253 കാണിക്കുന്നതാണ്. അത് 253 മീറ്റർ വ്യത്യാസം മറ്റേ വണ്ടികൾ കാണുന്നതാണ്. രണ്ടാമത് വഴി 267 മീറ്റർ ഉണ്ടാവും. അതാണ് അടുത്തായി, വളരെ അടുത്തായി, കണ്ണിന് കാണാൻ ദൂരത്തിലാണ് വണ്ടി പഞ്ച് ചെയ്യാൻ പോകുന്നത്.